പ്രാർത്ഥിക്കുന്നവനെ ദൈവം മുന്നിൽ കൊണ്ടുപോകുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പുറകിൽ പോകില്ല. നിങ്ങളുടെ മക്കൾ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, പ്രാർത്ഥിച്ചാൽ ഇപ്പൊ ജോലി കിട്ടുമോ? പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ പോവോ? പ്രാർത്ഥിച്ചാൽ നേഴ്സാവോ? പ്രാർത്ഥിച്ചാൽ എഞ്ചിനീയർ ആവോ? പ്രാർത്ഥിച്ചാൽ ഇതുവല്ലോ നടക്കുവോ? അതൊന്നും എനിക്കറിയില്ല. അവർക്ക് വിജയമുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതം ഉണ്ടാവുക ഉറപ്പാണ്. ഡോക്ടറാവോ, എഞ്ചിനീയർ ആവോ, IELTS പാസ്സാവോ, UK പോവോ, കാനഡയിൽ പോവോ, ഇതൊന്നും അല്ല മെയിൻ. നല്ലൊരു ജീവിതമില്ലാതെ ഏത് രാജ്യത്ത് പോയിട്ട് എന്താ കാര്യം? ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതമാണ് ഇതിനേക്കാളൊക്കെ പ്രധാനം. അതിന് താഴെ ഇതൊക്കെ നിൽക്കുന്നു. ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം കണ്ടില്ലെന്ന് നടിക്കില്ല. അതാരായാലും. ആമേൻ. പ്രാർത്ഥിക്കുന്ന ആരായിക്കൊള്ളട്ടെ, ദൈവം അവനെ കാണും, ദൈവം അവനെ ശ്രദ്ധിക്കും. മാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ മാനിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു നല്ല കാര്യമല്ലേ?